ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ. ചുണ്ടുകൾ നാച്ചുറലായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിങ്ക് കളർ ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പൊതുവായിട്ട് പെൺകുട്ടികൾ ആവശ്യമില്ലാത്ത ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട്, ആവശ്യമില്ലാത്തെന്ന് പറയുമ്പോൾ ലോക്കൽ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചുണ്ടൊക്കെ നന്നായിട്ട് കറുത്തു പോയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ആണുങ്ങൾ പുകവലി കാരണം മൂലം അവരുടെ ചുണ്ടിലുണ്ടാവുന്ന ആ ഒരു ഈർപ്പെല്ലാം നഷ്ടപ്പെടുത്തി ചുണ്ട് ആകപ്പാടങ്ങ് ഡ്രൈ ആയി ചുണ്ടെല്ലാം വിണ്ടി കീറി ആകപ്പാടങ്ങ് കറുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ശരിയാക്കാനുള്ള ഒരു ടിപ്പ് കൂടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ സെയിലാക്കുന്ന ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ലിപ് ബാമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ന്യൂ വണ്ണായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിപ് ബാമിൻ്റെ കളർ ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ബ്ലാക്കിഷ് കളറായിട്ടാണ്, ബ്ലാക്ക് ആൻഡ് ഒരു റെഡ് കളറൊക്കെ ആയിട്ട് കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറായിരുന്നു നമ്മുടെ മഞ്ചിഷ്ടയുടെ ലിപ് ബാം കേട്ടോ. സെയിം ഇൻഗ്രീഡിയൻറ്റ് ഈ കാണുന്ന യെല്ലോനകത്തും ഉണ്ട് കേട്ടോ. മഞ്ചിഷ്ട ഉണ്ട്, കൂട്ടത്തിൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ പെൻ അതുപോലെ തന്നെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ലിപ് ബാം ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു യെല്ലോ കളർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഈ കാണിക്കുന്ന ഈ ഒരു ലിപ് ബാമിൻ്റെ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ബീസ് വാക്സോ അല്ലെങ്കിൽ വാസലിനോ ആലുവേറ ജെല്ലോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഹോം മെയ്ഡ് ലിപ് ബാം തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു അല്പം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു ഗ്ലാസ് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഗ്ലാസ്സിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ, നല്ല ക്ലീൻ ഗ്ലാസ് ആയിരിക്കണം. എന്നതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ആ കുഞ്ഞു സ്പൂൺ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് ഏത് നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പശുവിൻ നെയ്യ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല നമുക്ക് കൊമേഴ്ഷ്യലി മേടിക്കാൻ കിട്ടും നല്ല ബ്രാൻഡിൻ്റെ നോക്കിയൊരു നെയ്യ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണും താഴെയായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതിനകത്തേക്ക് ഞാനൊരല്പം നമ്മൾ നാരങ്ങ നീര് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ആവശ്യമില്ല. ഈ കാണുന്ന ചെറിയൊരു കഷ്ണം, നമുക്ക് ആ ഒരു ചെറിയൊരു പീസ് അത്ര മതി. അത് ഇതിനകത്തേക്ക് അങ്ങ് പിഴിഞ്ഞു കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം കേട്ടോ. മതിയാകും. നമുക്കൊരു ഏകദേശം ഒരു 5 മിനിറ്റുള്ള എല്ലാ കാര്യവും റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. 5 മിനിറ്റും കൂടി നമുക്ക് വേണ്ടി വരില്ല. ജസ്റ്റ് അതൊന്ന് ചൂടാവേണ്ട ആ ഒരു സമയം മാത്രം ചൂടായി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ബ്ലെൻഡായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഞാനിത് തണുത്തതിന് ശേഷം അതിങ്ങനെ മിക്സാക്കി കൊണ്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളത് ചൂടാക്കി നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞതും നമ്മൾ കൈ എടുക്കാൻ പാടില്ല. നന്നായിട്ട് അങ്ങ് മിക്സാക്കിക്കൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. ഇനി ഞാനിത് ഒരു ലിപ് ബാമിൻ്റെ കണ്ടെയ്നറിനകത്തേക്ക് ഇതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 മന്ത് വരെ ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അതല്ല പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക്. അത് നമുക്ക് നല്ല കൂളായിട്ടുള്ള പ്ലേസിൽ വേണം വെക്കാനായിട്ട്. ഹോട്ട് പ്ലേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉരുകി പോകും. നമ്മൾ അതിനകത്തേക്ക് നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല കൂളായിട്ടുള്ള പ്ലേസിൽ വേണം ഈ ഒരു ലിപ് ബാം പുറത്ത് വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഒരു 1 വീക്ക് വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഞാനിതൊന്ന് സെറ്റാക്കി കൊണ്ടുവരാം. ഫ്രീസറിലോട്ടേക്ക് ഒരു 2 മണിക്കൂർ നേരത്തെ അങ്ങ് സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ ലിപ് ബാം ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിപ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഡെയിലി അപ്ലൈ ചെയ്യാം. ഒരു ദിവസം 3-4 തവണ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് നെയ്യ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിനെ നല്ല രീതിക്ക് സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാനായിട്ടും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ലെമൺ ജ്യൂസും ഇത് നമ്മുടെ ലിപ്പിലുണ്ടാവുന്ന പിഗ്മെന്റേഷൻ എല്ലാം മാറി നമ്മുടെ ലിപ്പിനെ പിങ്ക് കളറാക്കി കൊണ്ടുവരാനായിട്ടും ഹെൽപ്പാക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.